എടാ, എറർ ഓഫ് കമ്മീഷൻ. ഈ കമ്മീഷൻ എന്നുള്ള പേര് വരാനുള്ളൊരു കാരണം, ഇപ്പം മുകളിൽ നമ്മൾ എന്ത് പഠിച്ചു? പ്രിൻസിപ്പിൾ പഠിച്ചു. പിന്നെ ഏത് പഠിച്ചു? ഒമിഷൻ. അതിലൊക്കെ കറക്റ്റ് എന്താണ്? ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒമിറ്റ് ചെയ്യുക, വിട്ടുകളയുക എന്നുള്ള മീനിങ്. അതേപോലെ ഇവിടെ കമ്മീഷൻ്റെ മീനിങ് എന്താ? കമ്മിറ്റ് ചെയ്യുക. തെറ്റുകൾ എന്ത് ചെയ്യുക? കമ്മിറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെയാണ് എന്ത് ഇത്. അപ്പം ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു, പ്രിൻസിപ്പിളും ഒമിഷനും പിന്നെ കോമ്പൻസേറ്റിംഗ് എറർ. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനി അതല്ലാത്ത ബാക്കിയുള്ളത് ഒക്കെ ഏതിലായിരിക്കും? കമ്മീഷനായിരിക്കും. കമ്മീഷൻ എന്നാൽ എന്താണ്? വായിക്കൂ, മീനിങ് വായിക്കൂ. എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് റോങ്ലി ഓർ ഇൻകറക്റ്റ്ലി ഇൻ ദ ബുക്സ്. തെറ്റായിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതന്നെയല്ലേ എറർ ഓഫ് പ്രിൻസിപ്പിളും? അങ്ങനെ ചോദിക്കൂലേ? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണ്? മിഷനറി മേടിച്ചാൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്തു? പർച്ചേസായിട്ട് ട്രീറ്റ് ചെയ്തു. അതും ഇതുപോലെ തന്നെ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഇതിന് കുറച്ച് സ്പെഷ്യൽ കാറ്റഗറി വേറെ ഉണ്ട് പറയാം. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ക്ലറിക്കൽ എറർ ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പ്രോസസ്സ്. വെൻ എന്ന് ചോദിച്ചാൽ ഇത് ഈ 5 കേസ് ഉണ്ട്. നമുക്ക് 5 കേസും ഓരോന്നായിട്ട് എക്സാമ്പിൾ സഹിതം എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ പറയുന്നത് റെക്കോർഡിങ് എററാണ്. റെക്കോർഡിങ് എറർ പറയുമ്പോൾ ജേണൽ ചെയ്യുമ്പോഴുണ്ട്. റെക്കോർഡിങ് ജേണൽ അല്ലേ ഉള്ളൂ, ലെഡ്ജർ ഇല്ലല്ലോ. പക്ഷെ സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ ഇല്ലേ? പഠിക്കാണ്ട് നമുക്ക്. ഓക്കെ അല്ലേ? സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ. ഓക്കെ. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണെന്ത്? സബ്സിഡിയറി ബുക്സ്. അപ്പോൾ ജേണൽ ചെയ്യുമ്പോഴും സബ്സിഡിയറി ബുക്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഏത് വരുന്നുണ്ടാവുക? റെക്കോർഡിങ് എറർ. അത് എറർ ഓഫ് ഏതാണ്? കമ്മീഷനാണ്. മറ്റൊരു ടൈപ്പ് എറർ ഓഫ് കമ്മീഷൻ. അപ്പോൾ റോങ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ എന്താവാം? റോങ് എമൗണ്ട് ആവാം. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് പേയ്മെൻറ്റ് നടത്തി എൻട്രി എന്താ? റെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. റെൻറ്റ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയ എമൗണ്ട് 1000 ശരിക്കും വേണ്ടത്. എത്ര എഴുതി? 100 രൂപ എഴുതി. ഓക്കെ ആണോ? അപ്പോൾ അത് റോങ് ഏതാണ്? എമൗണ്ടാണ്. അല്ലെങ്കിൽ റെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതുന്നിടത്ത് റെൻറ്റിൽ 2 ക്യാഷ് എഴുതുന്നതിന് പകരം പെട്ടെന്ന് ധൃതിയിൽ എന്ത് ചെയ്ത് സാലറിയിൽ എന്തുകൊണ്ടായിട്ട് എഴുതി? 2 ക്യാഷ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നിട്ട് സാലറിയിൽ എന്ത് ചെയ്യണം? 2 ക്യാഷ് എഴുതണം. പക്ഷെ പെട്ടെന്ന് വിട്ടിട്ട് സാലറിയും സെയിൽസും എന്ത് ചെയ്യാം? ചിലപ്പോൾ ഇത് വരാം. അപ്പോൾ നേരെ സെയിൽസിൽ കൊണ്ടുപോയിട്ട് എന്ത് എഴുതി? 2 ക്യാഷ് എഴുതി. അപ്പോൾ ഇത് ഏതായി? റോങ് അക്കൗണ്ടായി. ഇപ്പോൾ റോങ് എമൗണ്ടിലേക്കോ അല്ലെങ്കിൽ റോങ് എമൗണ്ട് അല്ലെങ്കിൽ റോങ് അക്കൗണ്ടിലേക്കോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെക്കോർഡിങ് എറർ സംഭവിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പോൾ ജേണൽ എഴുതുമ്പോൾ എങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ചാൽ, റെൻ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷിൻ്റെ എമൗണ്ട് ശരിക്കും വേണ്ടത് എത്രയാണ്? 1000. പക്ഷെ എത്ര എഴുതി? 100 എഴുതി. ഓക്കെ അല്ലേ? അത് ഇതിന് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇനി ലെഡ്ജർ പോസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. സോറി, ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ റെൻ്റ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് മാറിയിട്ട് ഇതിൽ സാലറി, അല്ലെങ്കിൽ സാലറി മാറിയിട്ട് അവിടെ സെയിൽസിലൊക്കെ പോകുന്നു. അടുത്ത് കാസ്റ്റിംഗ് എററാണ്. ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുമോ? ഞാനൊരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിക്കാം. ഇത് ക്യാഷ് ബുക്കാണ്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ അതിൽ ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ടു ബാലൻസ് ബ്രോഡ് ഉണ്ടാവും അല്ലേ? 1000. പിന്നെ സെയിൽ ചെയ്തപ്പോൾ 2 സെയിൽസ് വരും, 2000. പിന്നെ ഇവിടെ പേയ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? 100, 300, പിന്നെ ഒരു 500. ഇങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. ഇപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ പോകണം. ഒരു 100 കൂടെ ഉണ്ടാവട്ടെ. ഇത് ടോട്ടലി അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഹയർ ഏതാ? ഡെബിറ്റിലല്ലേ? എത്ര വരിക? 3000. ഓക്കെ അല്ലേ? 3000 എഴുതി. 3000 എഴുതുന്നതിന് പകരം എത്ര എഴുതി? 2000 എഴുതി. സംഭവിക്കാം, തെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ ഈ ടോട്ടൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കാസ്റ്റിംഗ് എന്ന് പറയാം. നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപേ ടോട്ടൽ ചെയ്യില്ലേ? അതിന് പറയുന്ന പേരാണിത് കാസ്റ്റിംഗ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാസ്റ്റിങ്ങിൽ എറർ ഒന്നുണ്ട്. ഓവർ കാസ്റ്റിംഗ് ഉണ്ടായത്, അണ്ടർ കാസ്റ്റിംഗ് ഉണ്ടായത്? അണ്ടർ കാസ്റ്റിംഗ്. കാരണം എത്ര രൂപ ഇവിടെ വരേണ്ടത്? മൊത്തം 3000 ആണ്. അപ്പോൾ ആക്ച്വൽ എമൗണ്ടിനേക്കാൾ താഴെ കൂട്ടിയാൽ, അപ്പോൾ കുറച്ച് കൂട്ടുക, മലയാളം പറയുകയാണെങ്കിൽ കുറച്ച് കൂട്ടുക, അതാണ് ഇത് അണ്ടർ കാസ്റ്റിംഗ്.
കൂടുതൽ കൂട്ടുക, ആ ആവശ്യമുള്ള ആക്ച്വൽ ഉള്ളതിനാട്ടിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കൂട്ടി വരിക. അതിനെന്ത് പറയും? ഓവർ കാസ്റ്റിംഗ് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ കിട്ടിയില്ല ടേം. അപ്പോൾ ഇതൊരു മിസ്റ്റേക്ക് അല്ലേ? ഓവർ കാസ്റ്റിംഗ്, അണ്ടർ കാസ്റ്റിംഗ് കിട്ടിയില്ലേ? ഇനി വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റും. ഓവർ കാസ്റ്റിംഗ് അണ്ടർ കാസ്റ്റിംഗ് ഉണ്ടായാൽ നിങ്ങളുടെ ബാലൻസ് കറക്റ്റ് ആവുമോ? ഇല്ല, തെറ്റിപ്പോവും. അപ്പോൾ റോങ് ടോട്ടലിംഗ് ഓർ ബാലൻസിങ് ഓർ റെക്കോർഡിങ് ആൻഡ് ലെഡ്ജർ, ജേണലിലോ ലെഡ്ജറിലോ റോങ് ടോട്ടൽ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റോങ് ബാലൻസ് ചെയ്യുക. ഇതിനാണ് എന്ത് പറയുന്നത്? കാസ്റ്റിംഗ് എറർ എന്ന് പറയുന്നത്. ക്യാരി ഫോർവേഡ് എററാണ്. അത് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ഫോർ എക്സാമ്പിൾ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഇതന്നെ മുകളിൽ ഇപ്പോൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര, ഒരു 2000 വേണ്ടത് കറക്റ്റ് ചെയ്യാം. 3000 തന്നെ എന്ന് വിചാരിക്കാം. എററില്ല, അപ്പോൾ വേറെ എററല്ല നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ കൂടി എത്ര 1000 ഉണ്ട്. അപ്പോൾ എത്ര ബാലൻസ് വരാം? 2000. ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് എഴുതിയപ്പോൾ 20,000. ഇതിനാണ് എന്ത് പറയാം? ക്യാരി ഫോർവേഡ് എറർ എന്ന് പറയും. കിട്ടിയില്ലേ? ക്യാരി ഫോർവേഡ് റോങ് എമൗണ്ട് ആവാം, അല്ലെങ്കിൽ ഏതാ റോങ് സൈഡ് ആവാം. ഇപ്പോൾ ഒരാൾക്ക് ക്യാഷ് ബുക്കിൽ ശരിക്കും ഡെബിറ്റാണ്, അതിൻ്റെ ബാലൻസ് എങ്ങനെ എഴുതേണ്ടത്? ടു ബാലൻസ് ബ്രോഡ് ഓൺ ആണ്. പക്ഷെ അയാൾ എന്തെഴുതി? ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എഴുതി. അങ്ങനെ എന്ത് വരാം? ഇവിടെ 2 തെറ്റുണ്ട് അല്ലേ? സൈഡും മാറിയിട്ടുണ്ട്, എമൗണ്ടും മാറിയിട്ടുണ്ട്. ഓക്കെ. ഡ്യൂപ്ലിക്കേഷൻ എററാണ് എപ്പോഴാണ് സംഭവിക്കുക? റെക്കോർഡിങ് ദ സെയിം ട്രാൻസാക്ഷൻ ട്വൈസ് ഇൻ ദ ബുക്സ് ഓഫ് എൻട്രി. പർച്ചേസ് ചെയ്ത് എൻട്രി ചെയ്ത് എന്താ, പർച്ചേസ് അക്കൗണ്ട് അപ്റ്റു ക്യാഷ്. അപ്പോൾ ഒരു കോൾ വന്നു, കുറേ സംസാരിച്ച് വന്ന്. അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബില്ല് വേണ്ടേ? പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് നോക്കിയിട്ടല്ലേ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യുക, എൻട്രി ഇടുക. അപ്പോൾ ബില്ല് എടുത്തിട്ട് എൻട്രി ഒക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെ വെച്ച്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തോ പണിയിലൊക്കെ ആയിട്ട് ക്യാഷ് ഡീൽ ചെയ്യാനൊക്കെ പോയി തിരിച്ചു വന്നിട്ട് ഈ ബില്ല് അതൊന്നും കൂടെ എടുത്തിട്ട്, അങ്ങനെ ഒരു ട്രാൻസാക്ഷന് 2 എൻട്രി എന്ത് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അതിനെ നമ്മൾ പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ എറർ. റെക്കോർഡിങ് ദ സെയിം ട്രാൻസാക്ഷൻ ട്വൈസ് ഇൻ ദ ബുക്സ് ഓഫ് എൻട്രി ആൻഡ് ഓൾസോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ചിലപ്പോൾ 2 തവണ പോസ്റ്റ് ചെയ്യും. ഓക്കെ. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റു ക്യാഷ് എഴുതി, പർച്ചേസിൽ ടു ക്യാഷ് എഴുതി, ക്യാഷിൽ ബൈ പർച്ചേസ് എഴുതി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റു ക്യാഷ് അല്ലേ എഴുതാം. അങ്ങനെ എഴുതിയെങ്കിൽ അതിനെന്ത് പറയും? ഡ്യൂപ്ലിക്കേഷൻ എറർ എന്ന് പറയും. ശ്രദ്ധിക്കണം. എറർ ഓഫ് പ്രിൻസിപ്പിള് നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിന് എഫക്റ്റീവ് ഇല്ലേ? ഇല്ല. അഥവാ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിലും ട്രയൽ ബാലൻസ് എന്താവും? ടാലി ആവും. എറർ ഓഫ് ഒമിഷൻ്റെ കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിലും ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും? ടാലി ആവും. പാർഷ്യൽ ആണെങ്കിൽ എന്ത് ചെയ്യില്ല? ടാലി ആവില്ല. അപ്പോൾ നമ്മൾ അന്നൊരു പോയിന്റ് പറഞ്ഞിരുന്നു, സിംഗിൾ സൈഡഡ് എറർ അല്ലെങ്കിൽ ഏതാ ഡബിൾ. അതോ ഒരു എറർ ഡെബിറ്റിനും ക്രെഡിറ്റിനും ബാധിക്കുന്നുണ്ടെങ്കിൽ അതേതായി? ഡബിൾ സൈഡഡ് എററായി. അപ്പോൾ ട്രയൽ ബാലൻസ് എന്താവും? ടാലി ആവും. തെറ്റുണ്ടാവും, ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും? ടാലി ആവും. സിംഗിൾ സൈഡഡ് എറർ ആണെങ്കിൽ ടാലി ആവില്ല. അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ രണ്ടിടത്തും പ്രശ്നം ഉണ്ടാക്കും. കാരണം എൻട്രി എഴുതിയാൽ ഡെബിറ്റും ക്രെഡിറ്റും എൻട്രി എഴുതൂലേ, അപ്പോൾ അത് ഇതാവില്ല. അതുപോലെ ഒമിഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ ഒരു ഡെബിറ്റ് ഒമിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ഒമിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ അതേതാ ഡബിൾ സൈഡഡ് എറർ. പാർഷ്യൽ ആണെങ്കിലോ അത് ഒരു സൈഡിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ? റെൻ്റ് അക്കൗണ്ട് അപ്റ്റു ക്യാഷ്, റെൻറ്റിൽ 2 ക്യാഷ് എഴുതി, പക്ഷേ ക്യാഷിൽ എന്ത് എഴുതിയില്ല? ബൈ റെൻ്റ് എഴുതിയില്ല. അപ്പോൾ അത് ഒരു ഇമ്പാക്റ്റ് ഉള്ള. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യില്ല? ടാലി ആവില്ല. ഓക്കെ അല്ലേ? അതേപോലെ കമ്മീഷൻ്റെ കഥ പറയുമ്പോൾ ചോദിക്കും, കമ്മീഷൻ എങ്ങനെയാണ് ട്രയൽ ബാലൻസിൻ്റെ? ഇപ്പോൾ ഇവിടെ മുകളിൽ കമ്മീഷൻ്റെ കാര്യം എങ്ങനെ പറയാം? ട്രയൽ ബാലൻസിനെ എഫക്റ്റീവോ ഇല്ലേ? ഇറ്റ് മേ ബി, പറയാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഈസ് സിംഗിൾ സൈഡഡ് എറർ ട്രയൽ ബാലൻസ് വിൽ നോട്ട് എഗ്രി. ഇഫ് ഇറ്റ് ഈസ് ഏതാ ഡബിൾ സൈഡഡ് എറർ ട്രയൽ ബാലൻസ് വിൽ ബി ഈക്വൽ. അപ്പോൾ അത് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? എറർ രണ്ടിടത്തും സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്? കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ഡ്യൂപ്ലിക്കേഷൻ എറർ പറയട്ടെ. സാലറി കൊടുത്തു, എൻട്രി എഴുതി, എന്താ സാലറി അക്കൗണ്ട് അപ്റ്റു ക്യാഷ്, പോസ്റ്റ് ചെയ്തു. സാലറിയിൽ 2 ക്യാഷ് എഴുതി, ക്യാഷിൽ എന്ത് എഴുതി? ബൈ സാലറി. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ ആവർത്തിച്ചു. സാലറിയിൽ 2 ക്യാഷ് എഴുതി, ക്യാഷിൽ എന്ത് എഴുതി? ബൈ സാലറി. ഇത് ഏതാണ്? എറർ ഓഫ് കമ്മീഷനിൽ ഏതാണ്? ഡ്യൂപ്ലിക്കേഷൻ ആണ്. ട്രയൽ ബാലൻസ് ഈക്വൽ ആവും. ഈ തെറ്റ് ഡെബിറ്റിലും തെറ്റ് വന്നിട്ടുണ്ട്, ക്രെഡിറ്റിലും വന്നു. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡബിൾ സൈഡഡ് എറർ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ?
അപ്പോൾ എഫക്റ്റ് വൺ സൈഡ് എറർ വിൽ ദ എഫക്ട് എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്, മറ്റേ വിൽ നോട്ട് എഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. വൺ സൈഡ് എറർ വിൽ എഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ട്രയൽ ബാലൻസ് വിൽ എന്താവും? ഈക്വൽ ആവും. ഓക്കെ അല്ലേ? മറ്റെന്താ? ട്രയൽ ബാലൻസ് തെറ്റിപ്പോയി, ഇവിടെ വിൽ നോട്ട് ബി ഈക്വൽ ആട്ടോ. ഓക്കെ അല്ലേ? ടു സൈഡർ ആണെങ്കിൽ ട്രയൽ ബാലൻസ് വിൽ എന്താവും? ഈക്വൽ ആവും. ഓക്കെ അല്ലേ? വിൽ എഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് പറയുമ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആവുന്നതിന് എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് എന്താവില്ല? ടാലി ആവില്ല. ഓക്കെ അല്ലേ? മറ്റ് ടാലി ആവും. ഓക്കെ അല്ലേ? നമുക്കിനി ഇതിൽ ഓരോന്നിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെ 1 by 1 നോക്കിയാലോ? നിങ്ങൾക്ക് എഴുതണോ? വേണ്ട. റെക്കോർഡിംഗ് എററാണ്. പറയട്ടെ, റെക്കോർഡിംഗ് എറർ കേട്ടോ. ജേണൽ എഴുതുമ്പോഴുള്ള സബ്സിഡിയറി ബുക്ക് രണ്ടുണ്ട്. ഫസ്റ്റ് ഏതാ? റെൻ്റ് പെയ്ഡ് റെക്കോർഡഡ് ഫോർ എത്രയാണ്? 1000 ഇൻസ്റ്റെഡ് ഓഫ് എത്രയാണ്? 10,000. 10,000 റുപ്യ റെൻ്റ് കൊടുത്ത് എത്രയാണ് റെൻ്റ് റെക്കോർഡ് ചെയ്ത്? 1000. അപ്പോൾ കറക്റ്റ് എൻട്രി എന്താ? വായിച്ചാൽ റെസ്പോണ്ട് ചെയ്യട്ടാ. റെൻ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് എത്ര എമൗണ്ട് എഴുതേണ്ടത്? 10. കണ്ട, ഷുഡ് ബി മെയ്ഡ്. ഈ എൻട്രിയാണ് എന്ത് ചെയ്യേണ്ടത്? ഷുഡ് ബി റിട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം, എഴുതേണ്ടത്. പക്ഷെ അവർ തെറ്റായിട്ട് എഴുതിയ എൻട്രിയിൽ വ്യത്യാസമൊന്നുമില്ല, റെൻ്റ് ടു ക്യാഷ്. പക്ഷേ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. എത്ര? 1000. ചോദിക്കട്ടെ, ഇത് ഡബിൾ സൈഡർ ആണോ സിംഗിൾ സൈഡർ ആണോ? ഡബിൾ സൈഡർ. ഓക്കെ അല്ലേ? ഇവിടെയും കുറവുണ്ട്, ഇവിടെയും കുറവില്ലേ? ഇവിടെ 10,000, ഇവിടെ 1000 ആണെങ്കിലും എന്താ? സിംഗിൾ സൈഡറാ. ഓക്കെ, യെസ്, ഇതല്ല. അപ്പോൾ ട്രയൽ ബാലൻസ് എന്താവും? ഈക്വൽ ആവും. റെക്ടിഫൈ ചെയ്യാനുള്ള എൻട്രി എന്താ? നിങ്ങളിപ്പോൾ എന്താ ചെയ്തുള്ളത്? റെൻ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന. സാർ ഈ 10,000 എവിടെയും പിക്ചറിൽ വന്നിട്ടില്ല. ഓക്കെ അല്ലേ? 10,000 എഴുതേണ്ടി ഇരുന്നതാണ്. പക്ഷെ ഇവരെത്ര എഴുതിയത്? 1000 എഴുതി. എന്നിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? റെൻ്റ് അക്കൗണ്ടിൽ 2 ക്യാഷ് എഴുതിയിട്ടുണ്ടാവും, ക്യാഷിൽ എന്ത് എഴുതിയിട്ടുണ്ടാവും? ബൈ റെൻ്റ് എഴുതിയിട്ടുണ്ടാവും. ഇനി ആ പ്രശ്നം തീർക്കാൻ എന്ത് ചെയ്യണം? ഇനി പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. റെൻ്റ് അക്കൗണ്ടിൽ 1000 വെട്ടിയിട്ട് 10,000 ആക്കാൻ പറ്റുമോ? ഓവർ റേറ്റിംഗ് പറ്റില്ല. അപ്പം നിങ്ങൾ ഒരു എൻട്രി കൂടെ എഴുതണം റെക്ടിഫൈ ചെയ്യാൻ. എൻട്രി എന്താ? റെൻ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. എമൗണ്ട് എത്ര എഴുതിയാൽ മതി? 9,000. എന്നിട്ട് റെൻ്റ് അക്കൗണ്ടിൽ വീണ്ടും പോസ്റ്റ് ചെയ്യണം. 2 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര? 9,000. ക്യാഷ് അക്കൗണ്ടിൽ എത്ര എഴുതണം? ബൈ റെൻ്റ് എന്ന് പറഞ്ഞിട്ട് 9,000. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? കുഴപ്പം അതിൽ നോക്കുമ്പോൾ ഒരു 2 ക്യാഷ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? 2 ക്യാഷ് 2 തവണ വന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിഞ്ഞ് ഓഡിറ്റർ വരുമ്പോൾ നിങ്ങളെ ചീത്ത പറയും, ഇതെന്താ 2 എണ്ണം? അപ്പോൾ പറയും, നമ്മൾ ഈ ജേണൽ എഴുതിയതിൻ്റെ നെരേഷനിൽ എഴുതിയിട്ടുണ്ടാവും ഇതെന്താണ്? 9,000 രൂപ ഒമിറ്റ് ചെയ്താണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ എറർ ഓഫ് ഒമിഷനാന്ന് വിചാരിക്കരുത് കേട്ടാ. ഓക്കെ അല്ലേ? ഒമിഷൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞെന്താ? എൻട്രി എഴുതാതിരിക്കുന്നതാണ്. എമൗണ്ടിൽ വ്യത്യാസം വന്നാൽ എന്ത് ചെയ്യില്ല? അത് ഒമിഷൻ ആവില്ല. മനസ്സിലായ? ഇവിടെ ഇപ്പോൾ 10,000 പകരം എത്രയാണ്? 1000 എഴുതിയിട്ട് 9,000 ഒമിറ്റ് ചെയ്തില്ലേ? അപ്പോൾ സാർ ഇത് എറർ ഓഫ് ഒമിഷനാണെന്ന് ചോദിക്കരുത്. ഇത് ഏതന്നെയാണ്? കമ്മീഷനാണ്. ഓക്കെ അല്ലേ? കമ്മീഷനിലെ എമൗണ്ട് എന്ത് ചെയ്യും? ഒമിറ്റ് ചെയ്താൽ ഇതാവും. ഒമിഷൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞെന്താ? ഡെബിറ്റും ക്രെഡിറ്റും ഒമിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കഷൻ, എമൗണ്ട് അല്ല. ഓക്കെ, ഇടയിലൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ. സാലറി പെയ്ഡ് റോങ്ലി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. പാസ് സാലറി ആൻഡ് വേജസ് അക്കൗണ്ട്. പ്രിപ്പയർ സാലറി ആൻഡ് വേജസ് അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എങ്ങനെ തീർക്കാം? റോങ് അക്കൗണ്ട് ആട്ടോ. ശരിക്കും എൻട്രി എന്താ? സാലറി പെയ്ഡ്, സാലറി അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. പക്ഷെ ഇവരെന്തിലെഴുതി? വേജസിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? എവിടെ ഡെബിറ്റ് ചെയ്തു? വേജസിൽ. അപ്പോൾ വേജസിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കറക്റ്റ് എൻട്രി എന്താ? റെക്ടിഫൈ ചെയ്യാനുള്ള എൻട്രി എന്താ? സാലറി അക്കൗണ്ട് അപ്റ്റഡ് ടു വേജസ്. സബ്സിഡിയറി ബുക്കിനെ കുറിച്ച് പറയട്ടെ. ഏതൊക്കെയാണ് സബ്സിഡിയറി ബുക്സ്? ഏതൊക്കെയാണ്? ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് പേബിൾ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഇത്രയും സാധനങ്ങളാണുള്ളത്. ഓക്കെ അല്ലേ?
പറയാം. സബ്സിഡിയറി ബുക്ക് റോങ് ബുക്കാണ്. പർച്ചേസ് റിട്ടേൺ ടു ജാം റോങ്ലി എൻറ്റേർഡ് ഇൻ ദി സെയിൽസ് റിട്ടേൺ ബുക്ക്. 6000. ഇത് അടിപൊളി സാധനം. ഓക്കെ അല്ലേ? പർച്ചേസ് റിട്ടേൺ ടു ജാമാണ്. അത് എന്തായിട്ട് എടുത്ത്? സെയിൽസ് റിട്ടേൺ ആയിട്ട് എടുത്ത്. പർച്ചേസ് റിട്ടേൺ എന്തായിട്ട് എടുത്ത്? സെയിൽസ് റിട്ടേൺ. അപ്പോൾ ആക്ച്വലി ഇതെന്താ പറഞ്ഞ് ട്രാൻസാക്ഷൻ എഴുതാണ്. പർച്ചേസ് റിട്ടേൺ ടു ആരാ? ജാം. റുപ്പീസ് എത്രയാണ്? 6000. റെക്കോർഡഡ് ആസ് എന്തായിട്ട് റെക്കോർഡ് ചെയ്തു? റെക്കോർഡഡ് ആസ് സെയിൽസ് റിട്ടേൺ ആയിട്ട് റെക്കോർഡ് ചെയ്തു. എമൗണ്ട് എത്രയാണ്? 6000. ശ്രദ്ധിച്ചോട്ടെ, അടിപൊളി സാധനമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ കറക്റ്റ് എൻട്രി എന്താ? കറക്റ്റ് പർച്ചേസ് റിട്ടേൺ അല്ലേ? പർച്ചേസ് റിട്ടേൺ എൻട്രി എന്താ? ജാം അക്കൗണ്ട് ഡെപ്റ്റർ ടു ജാം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? പർച്ചേസ് റിട്ടേൺ. എമൗണ്ട് 6000. പക്ഷെ ഇവർ തെറ്റായിട്ട് എഴുതിയത് എന്താ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? ജാം. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതിലേതെങ്കിലും ഒന്ന് ശരിയുണ്ടോ? ഈ തെറ്റായി എഴുതിയ റോങ് എൻട്രി ഇല്ലേ, അതിലേതെങ്കിലും ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും ഒന്ന് ശരിയുണ്ടോ? ഇല്ലല്ലോ. രണ്ടും എന്താണ്? തെറ്റല്ലേ? ഇതും തെറ്റാണ്, ഇതും എന്താണ്? തെറ്റാണ്. അപ്പോൾ ഞാൻ ഒരു പണി പറയട്ടെ. ഇതിന് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഒന്ന്, ഇതെന്ത് ചെയ്യുക? ഫസ്റ്റ് ക്യാൻസൽ, ഈ എൻട്രി ക്യാൻസൽ ചെയ്യുക. എൻട്രി ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ്. ഹായ്, ഹൗ ആർ യു? എൻട്രി ക്യാൻസൽ ചെയ്യുക. എൻട്രി എന്താ? ജാം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? സെയിൽസ് റിട്ടേൺ. അപ്പോൾ ആ പ്രശ്നം തീർന്നു. അവസാനിപ്പിച്ചാ? ഇല്ല. ഇനി ഇതിനെന്ത് ചെയ്യണം? നമ്പർ 2 ഇൻട്രൊഡ്യൂസ് ഏതാണ്? കറക്റ്റ് എൻട്രി അല്ലേ? കറക്റ്റ് എൻട്രിയെ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്ത് എൻട്രി? അതുപോലത്തെ എൻട്രി തന്നെ എഴുതണം. എന്താ? ജാം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? പർച്ചേസ് റിട്ടേൺ. ഇപ്പോൾ കറക്റ്റായില്ലേ? അല്ലേ? ഇനി രസം പറയട്ടെ, ഇങ്ങനെ 2 ആയിട്ട് എഴുതണ്ടല്ലോ. ഇതൊരു സിംഗിൾ എൻട്രി ആയിട്ട് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 1+2 പറയും. ഇതിലെ ജാം എടുക്കാം അല്ലേ? ഇതിലും ജാമുണ്ട്. 2 ജാമിന് 2 ഡെബിറ്റ് ഒന്നില്ലേ? അപ്പോൾ എൻട്രി ജാം അക്കൗണ്ട് ഡെപ്റ്റർ എത്ര ആക്കാം? 12000. മനസ്സിലായ? അപ്പോൾ ഈ 2 എടുത്തു അല്ലേ? ഈ ജാം എടുത്തു, ഈ ജാം എടുത്തു. ഇനി അടുത്ത ഏതാണ്? സെയിൽസ് റിട്ടേൺ കൊടുക്കുക, പർച്ചേസ് റിട്ടേൺ. അപ്പോൾ 2 ഏതാണ്? സെയിൽസ് റിട്ടേൺ. എമൗണ്ട് എത്രയാ? 6000 അല്ലേ? തെറ്റിയാ? ടു പർച്ചേസ് റിട്ടേൺ എത്രയാ? 6000. കറക്റ്റ് എൻട്രി ഇപ്പോൾ എക്സാമിന് ഇത് എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് ഒരു റേഞ്ച് എത്തിയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് ചെയ്തുകൂടെ? ഇപ്പോൾ ഇത് ചെയ്ത് വെച്ചോ. അടിപൊളി സാധനം. മക്കളെ, അടുത്ത എക്സാമ്പിൾ ലെഡ്ജർ പോസ്റ്റിംഗ് എററുകളാണ് പറയുന്നത്. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഏതാ പഠിച്ച്? റെക്കോർഡിങ്. ഇനി അത് ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൈപ്പ് എററുകൾ എന്ത് ചെയ്യാം? വരാം. ഓക്കെ, പറയട്ടെ. ഫസ്റ്റ് വൺ, എക്സാമ്പിൾ 1 എന്താ പറയുന്നത്? റോങ് എമൗണ്ടാണ്, 1 സൈഡ് എററാണ്. ഓഫീസ് എക്സ്പെൻസ് 5000 രൂപ അടച്ച എൻ്റെ എൻട്രി ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്ഡേറ്റ് ക്യാഷ് 5000. പക്ഷേ റോങ്ലി പോസ്റ്റഡ് ആസ് 50000 മീൻ ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് എക്സ്പെൻസിൽ 2 ക്യാഷ് എന്ന് 5 എഴുതേണ്ട, 5000 എഴുതേണ്ട. പക്ഷെ എത്ര എഴുതി? 50000 എഴുതി. കുഴപ്പമില്ലല്ലോ. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? നിങ്ങൾ ആലോചിച്ചു. ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിച്ചതാ. ഓഫീസ് എക്സ്പെൻസിൽ ശരിക്കും 2 ക്യാഷ് എന്ന് പറഞ്ഞ് 5000 എഴുതണമായിരുന്നു. പക്ഷെ എത്ര എഴുതി? 50000. ഈ പ്രശ്നം തീർക്കാൻ എന്ത് ചെയ്യണം? എത്ര രൂപ കുറയ്ക്കണം? ഡെബിറ്റ് ചെയ്ത ഒരു ഐറ്റത്തെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എത്ര രൂപ? 45000. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇനി എത്രയാവും? 5000 ആവും. പ്രശ്നം ചലോ ക്യാരിഡോ. അടുത്ത ചോദ്യം, എന്ത് പറഞ്ഞ് കുറയ്ക്കണം? സസ്പെൻസ്. സസ്പെൻസിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല. ട്രയൽ ബാലൻസ്
പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപെയാണ് ഈ എറർ എന്നുണ്ടെങ്കിൽ ഏത് കോൺസെപ്റ്റ് ഇല്ല, സസ്പെൻസ് കോൺസെപ്റ്റ് ഇല്ല. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഞാൻ പറഞ്ഞല്ലോ 3 കേസസ് ഉള്ളത്, അതാണ് മെയിൻ പ്രോബ്ലം ഏരിയ. ഓക്കെ, യെസ്. അപ്പോൾ എറർ എന്താണെന്നേ പഠിക്കുന്നുള്ളൂ. അത് എപ്പോൾ റെക്ടിഫൈ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ എടുക്കുകയായിരുന്നു. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഏതാണ്, ട്രയൽ ബാലൻസ്. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ ഏത് കോൺസെപ്റ്റ് ഇല്ല, സസ്പെൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ ഇപ്പോഴുള്ള ചർച്ച. അപ്പോൾ ഈ 45,000 രൂപ ഇവിടെ എന്ത് പറഞ്ഞ് എഴുതണം, ബൈ. ഓക്കെ അല്ലേ, ഇതിൽ എൻട്രി ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്, സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ കണ്ടില്ലേ, നിങ്ങളത് കണ്ടിട്ടോ അല്ലേ. അപ്പോൾ എൻട്രി എന്താ ഇവിടെ വരിക, സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓഫീസ് എക്സ്പെൻസ്. ഇത് ശരിയാണ് എപ്പോഴാണെങ്കിൽ ഇഫ് ദ എറർ ഈസ് റെക്ടിഫൈഡ് ആഫ്റ്റർ ട്രയൽ ബാലൻസ്. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം ഞാൻ പറയണം എന്താ, ബിഫോർ ട്രയൽ ബാലൻസ് എന്ന് പറയും. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഈ 45,000 രൂപ എന്ത് ചെയ്യണം, ബൈ എന്ത് പറഞ്ഞ് എഴുതിയാൽ മതി, റോങ് എമൗണ്ട്. ഓക്കെ അല്ലേ, ബൈ പോസ്റ്റിംഗ് ഏതാ, റോങ് എമൗണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുക, നമ്മളിങ്ങനെ പറയാം, ക്രെഡിറ്റ് ഓഫീസ് എക്സ്പെൻസ് ആസ് ബൈ റോങ് എമൗണ്ട്, അല്ലെങ്കിൽ എക്സസ് എമൗണ്ട്. അപ്പോൾ പ്രശ്നം തീരും. ജേണൽ വേണോ, വേണ്ട. ഓക്കെ അല്ലേ. ജേണൽ ആവശ്യമുണ്ട് എപ്പോഴാണെങ്കിൽ ട്രയൽ ബാലൻസ് ശേഷം. എന്താ അങ്ങനത്തെ കോൺസെപ്റ്റ് എന്താ, ഇത് സിംഗിൾ സൈഡ് എറർ അല്ലേ. ഈ തെറ്റ് നിങ്ങൾക്ക് ട്രയൽ ബാലൻസിന് മുൻപേ റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ട്രയൽ ബാലൻസ് എന്താവില്ല, ടാലി ആവില്ല. അപ്പോൾ ഈ എമൗണ്ട് എവിടെ കിടക്കും, അവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ആ അക്കൗണ്ട് വരച്ചിട്ട് ഉണ്ടാ ഉറപ്പ്, അതിൽ നോട്ടിൽ എഴുതിയിരുന്നോ അതോ ഇതിലുണ്ടായിരുന്നോ, പ്രിൻറ്റിലുണ്ടായിരുന്നോ, പ്രിൻറ്റിലുണ്ടായിരുന്നോ ചോദിക്കുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ട്. റോൾ ഓഫ് സസ്പെൻസ് അക്കൗണ്ട് ഇൻ ട്രയൽ ബാലൻസ് ഒരു വീഡിയോ തന്നെ ഉണ്ട്. ശരി ഓക്കെ. അപ്പോൾ പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. യെസ്, അടുത്തേതാ, ഞാൻ അതോട് പറഞ്ഞിട്ട് എഴുതാൻ സമയം തരാം കേട്ടോ. അടുത്തായിട്ട് ഏതാ, അപ്പോൾ ലെഡ്ജർ പോസ്റ്റിങ്ങിൽ റോങ് എമൗണ്ട് പറഞ്ഞു. ഇനി നമുക്ക് റോങ് ഏത് പറയാം, അക്കൗണ്ട് പറയാം. എന്താ പോയാ, റോങ് ഏതാ, അക്കൗണ്ട്. എക്സാമ്പിൾ എന്താ, ഇൻട്രസ്റ്റ് പെയ്ഡ്. എൻട്രി എന്താ, ഇൻട്രസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. എത്ര എമൗണ്ട്, 1000. പക്ഷെ ഇവരെ എവിടെ എഴുതി, ഇൻട്രസ്റ്റ് റിസീവ്ഡിൽ എഴുതി. ഓക്കെ ആണോ. അപ്പോൾ കറക്റ്റ് എന്താ ചെയ്യേണ്ടിയിരുന്നത്, അപ്പോൾ ജേണൽ കറക്റ്റാട്ടാ, ജേണൽ കറക്റ്റാണ്. ജേണൽ എന്തെന്നെ എഴുതിയ റെൻ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞ് എത്ര തന്നെ എഴുതിയിട്ടുണ്ട്, 1000 എഴുതിയിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെൻ്റ് പെയ്ഡ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്നതിന് പകരം എവിടെ കൊണ്ടുപോയിട്ട് എഴുതി, ഇൻട്രസ്റ്റ് ആട്ടാ, റെൻ്റല്ല ഏതാ, ഇൻട്രസ്റ്റാണ്. ഇൻട്രസ്റ്റ് പെയ്ഡിൽ എഴുതുന്നതിന് പകരം എവിടെ എഴുതി, ഇൻട്രസ്റ്റ് റിസീവ്ഡിൽ എഴുതി. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ പ്രശ്നം തീർക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആലോചിച്ച് ഒരു കാര്യമില്ലാതെ ഇൻട്രസ്റ്റ് റിസീവ്ഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് അല്ലല്ലോ, ഡെബിറ്റഡ് എന്നല്ലേ പറഞ്ഞ്, ഡെബിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. ആര് ശരിക്കും ഡെബിറ്റ് ചെയ്യണം, ഇനി ഇൻട്രസ്റ്റ് പെയ്ഡ്. അപ്പോൾ കറക്റ്റ് എൻട്രി എന്താ, ഇൻട്രസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. കുഴപ്പമില്ലല്ലോ. ക്യാഷ് ഏരിയ പെർഫെക്റ്റ് ആണ്. എവിടെയാണോ തെറ്റ് പറഞ്ഞത് അവിടെ തെറ്റുള്ളൂ, ബാക്കി ഏരിയ എന്താണ്, പെർഫെക്റ്റ്. അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. അപ്പോൾ റെൻ്റ് പെയ്ഡ് ടു, അപ്പോൾ എൻട്രി റെൻ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു, ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ എഴുതാൻ വിട്ടുപോയിട്ടുള്ളൂ. ക്യാഷിൽ എന്ത് എഴുതിയിട്ടുണ്ട്, ബൈ ഇൻട്രസ്റ്റ് എന്നെ എഴുതിയിട്ടുള്ളത് കറക്റ്റാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് എഴുതി, 2 എഴുതി. അപ്പോൾ പ്രശ്നം തീർത്തു. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്തേ പറഞ്ഞതാ, കുറച്ച് എക്സാമ്പിളുകളുണ്ട്, ഒന്ന് വായിച്ചു നോക്കും. സെക്യൂർ പ്രോഗ്രസ് എന്താ, വായിക്കും. രാംസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഇൻ പ്ലേസ് ഓഫ് ഷ്യാംസ് അക്കൗണ്ട് ഫോർ എത്രയാണ്, 500. ഇത് ഏത് എററാണ്, എറർ ഓഫ് കമ്മീഷൻ. അടുത്ത ഫർണിച്ചർ ബോട്ട് ഓൺ ക്രെഡിറ്റ് ഈസ് റോങ്ലി റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എറർ ഓഫ് ഫർണിച്ചർ ബോട്ട് പർച്ചേസ് ചെയ്ത് ക്രെഡിറ്റ് റോങ്ലി റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. റോങ് അക്കൗണ്ട് അല്ലേ. ഓക്കെ, കമ്മീഷൻ. യെസ്, കമ്മീഷൻ. ക്ലിയർ അല്ലേ. ഫർണിച്ചർ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത എൻട്രി എന്താ മക്കളെ, ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്രെഡിറ്റർ അല്ലേ. ഇത് ക്യാഷ് ബുക്കിലല്ല എഴുതേണ്ടത്. എവിടെ എഴുതേണ്ടത് അറിയോ,
ജേണൽ പ്രോപ്പറിൽ. ഏതാ? ജേണൽ പ്രോപ്പർ. ലാസ്റ്റ് ബുക്കില്ലേ പ്രോപ്പർ ജേണൽ എന്ന് പറഞ്ഞ് സബ് ഡിവിഷനിൽ അതിൽ എഴുതുന്നുണ്ട്. നമുക്ക് എന്തായാലും പഠിക്കാം. ഓക്കെ, പറയാണ്ട്. അപ്പോൾ കഴിഞ്ഞ് ഇനി അടുത്തേതാ? അടുത്ത എക്സാമ്പിൾ 3 എന്താ പറയണം മക്കളെ? എക്സാമ്പിൾ 3, റോങ് സൈഡ് ഓഫ് ദ കറക്റ്റ് അക്കൗണ്ട്, വൺ സൈഡ് എററാണ്. ട്രയൽ ബാലൻസ് അപ്പോൾ എന്ത് ചെയ്യില്ല, ടാലി ആവില്ല. സാലറി പെയ്ഡ് 4000 പോസ്റ്റ് ടു ദ ക്രെഡിറ്റ് ഓഫ് സാലറി. അപ്പോൾ അക്കൗണ്ടൊക്കെ കറക്റ്റാണ്, പക്ഷെ അവരെന്ത് ചെയ്തുള്ളത്, ഡെബിറ്റ് എഴുതുന്നതിന് പകരം എന്ത് എഴുതി, ക്രെഡിറ്റ് എഴുതി. ഓക്കെ അല്ലേ? ഇവിടെയും സസ്പെൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രയൽ ബാലൻസിൻ്റെ മുൻപേണെന്നുള്ള അസംഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ കാണിച്ചത് ഈ തെറ്റെന്താന്ന്. ഈ തെറ്റുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിട്ടുന്നില്ലെങ്കിൽ വരച്ച് നോക്കണം, അക്കൗണ്ടുകൾ വരച്ച് നോക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. സാലറി 4000 റുപ്യ കൊടുത്തു, എൻട്രി എന്താ കറക്റ്റ് അവർ എൻട്രി എഴുതിയിട്ടുണ്ട്, സാലറി അക്കൗണ്ട് ടു ക്യാഷ്. എങ്ങനെ മനസ്സിലായി? അതിപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇല്ലാത്ത തെറ്റുകളൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് അതൊക്കെ തിരുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എക്സാമിന് ഏതെങ്കിലും ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലേ പറ്റുള്ളൂ. അപ്പോൾ സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണ്. പക്ഷെ ഇവരെന്ത് ചെയ്ത്, സാലറി അക്കൗണ്ട് ടു ക്യാഷ് എന്ന് എഴുതുന്ന പകരം എന്തെഴുതി, ബൈ ക്യാഷ് എഴുതി. എത്ര എമൗണ്ട്? 4000. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി പ്രശ്നം തീർക്കാൻ എന്ത് ചെയ്യണം? ജേണലിൻ്റെ ആവശ്യമുണ്ടോ? കാരണം എന്താ, ജേണൽ പെർഫെക്റ്റ് അല്ലേ? ജേണൽ തെറ്റിയാലല്ലേ ഇപ്പോൾ എഴുതണ്ടുള്ളൂ. ജേണൽ കറക്റ്റാണ്. അപ്പോൾ ഒരു ഡെബിറ്റ് കയറ്റിയാൽ മതി അല്ലേ? ഡെബിറ്റ് ടു എന്താ പറഞ്ഞിട്ട്, റോങ് സൈഡ് അല്ലേ? റോങ് സൈഡ് അല്ലേ ഇത്? എത്ര എമൗണ്ട് എഴുതേണ്ടത്? 4000. ആയിക്കോട്ടെ, 4000 എഴുതി. ഇപ്പം എന്താ അക്കൗണ്ടിൻ്റെ, സാലറി അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് എത്ര ആവും? 0. അപ്പോൾ പറ്റിച്ചല്ലോ, സാലറിയിൽ എത്ര വരണം? 4000 വരണം. അപ്പോൾ എത്ര എഴുതേണ്ടി വരും? 8000. ഓക്കെ അല്ലേ? ഇനി ബാലൻസ് എത്ര വരും ഇതിൽ? 4000 വരും. അപ്പോൾ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പറയാം? സാലറി അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആസ് ടു റോങ് സൈഡ്. റുപ്പീസ് എത്രയാ? 8000. ഇങ്ങനെയാണ് എക്സാമിന് എഴുതി വെക്കേണ്ടത്. ഇതേ സാധനം തന്നെ എന്ത് ചെയ്യും, ഈ 2 എന്നുള്ളിടത്ത് ട്രയൽ ബാലൻസിന് ശേഷമാണെങ്കിൽ എന്ത് വരും? 2 സസ്പെൻസ് വരും. അപ്പോൾ എൻട്രിയാണ് ഇവിടെ എഴുതിയില്ല, സാലറി അക്കൗണ്ട് അപ് ടു സസ്പെൻസ്. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഹെഡിങ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. ഇൻ ദിസ് ക്ലാസ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ദ ടൈപ്പ് ഓഫ്, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എപ്പോൾ ഏത് സ്റ്റേജിൽ എന്നുള്ളത് പിന്നീട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? പറയണം, പറഞ്ഞു ഏതാ? അത് ചോദിച്ചെന്നാലും ഏതാ? കമ്മീഷൻ പറഞ്ഞതൊക്കെ ഉണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ റോങ് അക്കൗണ്ടും പറ്റും, റോങ് ഏത് പറ്റും, എമൗണ്ടും പറ്റും. അത് എന്താ വെച്ചാൽ, ഇപ്പോൾ റെൻറ്റ് പെയ്ഡ് നടത്തി, റെൻ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് 1000 റുപ്യയുടെയാണ് റെൻ്റ് ഉള്ളത്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് ജേണൽ എൻട്രി എഴുതിയിട്ട് 1000 എഴുതി. അതിന് പകരം എന്ത് ചെയ്യണം, 100 എഴുതിയാൽ അതേതാ? എറർ ഓഫ് കമ്മീഷനാണ്. നേരെ മറിച്ച് റെൻറ്റ് കൊടുത്തതിൻ്റെ എൻട്രി റെൻ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് ജേണലേ എഴുതിയില്ല, അപ്പോഴേ എന്തേ ഉള്ളൂ, എറർ ഓഫ് ഒമിഷനാവും. എമൗണ്ടല്ല, ആ അക്കൗണ്ടുകൾ ഒമിറ്റ് ചെയ്യുമ്പോഴാണ് എന്തേ ഉള്ളൂ. എമൗണ്ട് ഒമിറ്റ് ചെയ്യുന്നത് ഏതാണ്? കമ്മീഷനാണ്. അക്കൗണ്ടുകൾ ഒമിറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒമിഷൻ വരും. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ ഉണ്ട്. റോങ് എമൗണ്ടാണ്. ഓക്കെ, അപ്പോൾ മുകളിലത്തെ ഓക്കെയാണ്, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. റോങ് എമൗണ്ട് റെൻറ്റ് പെയ്ഡ് 2000 പോസ്റ്റ് ടു ഡെബിറ്റ് സൈഡ് ഓഫ് റെൻറ്റ് റിസീവ്ഡ് അക്കൗണ്ട് 20000. ഓക്കെ അല്ലേ? അപ്പോൾ റെൻറ്റ് പെയ്ഡിൻ്റെ ജേണൽ എൻട്രി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 സാധനങ്ങളുണ്ട്. ഏതുണ്ട്? റോങ് അക്കൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ റോങ് എമൗണ്ടും ഉണ്ട്. ഓക്കെ, ഇത് നല്ല രസമുള്ള സാധനം, ഇത് നമുക്ക് വേറെ തന്നെ എഴുതാം. ഇപ്പം എന്താ സംഭവം ഉണ്ടായുള്ള, റെൻറ്റ് 2000 റുപ്യാണ് അടച്ചത്, പക്ഷേ ഡെബിറ്റ് സൈഡ് ഓഫ് റെൻറ്റ് റിസീവ്ഡിൽ എത്ര എഴുതി? 20000. അപ്പുറത്തേക്ക് പോകാൻ നല്ലത്. ആക്ച്വലി ഉണ്ടായത് ഏതാണ്? റെൻറ്റ് പെയ്ഡ് അല്ലേ? എത്ര എമൗണ്ട്? റെൻറ്റ് പെയ്ഡാണ് 2000, ബട്ട് പോസ്റ്റഡ് ടു എവിടേക്കാ?
റെൻ്റ് റിസീവ്. പോസ്റ്റഡ് പറയുമ്പോൾ ഡെബിറ്റഡ്, അവിടെയും തെറ്റുണ്ടാവും. ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്നൊക്കെ നോക്കണം. ഓക്കെ അല്ലേ? റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ അത് എത്ര എഴുതിയത്? 20,000. അപ്പോൾ ഈ പ്രശ്നത്തെ നമ്മളൊന്ന് എഴുതാണ്. അവർ കറക്റ്റ് എൻട്രി എഴുതിയിട്ടുണ്ട് അല്ലേ? ജേണൽ എന്താണ്? ഓക്കെയാണ്, കറക്റ്റാണ്. വേണമെങ്കിൽ എഴുതി വെക്കാം. എന്താ? റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ക്യാഷ്. ഇങ്ങനെ തന്നെ ഇത് എഴുതി പഠിക്കണം. അല്ലാതെ എന്ത് ചെയ്യില്ല, അല്ലാതെ പിന്നെ നിങ്ങളൊരു റേഞ്ച് എത്തണം ഇത് ചിന്തിക്കാനുള്ള. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? ഇത് എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം? ഇതിൻ്റെ ജേണൽ ചോദിച്ചൊക്കെ കാണാമെന്ന് പറയാൻ പറ്റും. ഞാൻ ചിന്തിക്കും. ഇപ്പോൾ ഒരാളെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ എഴുതും. ഇതിങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അങ്ങനെ എനിക്ക് പറ്റുള്ളൂ. അല്ല നമുക്ക് ബൈ ഹാർട്ട് ചെയ്തെല്ലാം നടക്കുമല്ലോ അല്ലേ? പിന്നെ അത് പറയാൻ പറ്റുന്ന അത്രയും എന്താ പറയുക, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും ചിലപ്പം മെമ്മറി സാധനങ്ങൾ എടുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. ഓക്കെ, മനസ്സിലാവണ്ട. ഇപ്പം നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഇതേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഇനി വേറെ ട്രിക്കൊന്നുമില്ല. എടുത്ത് വരച്ച് നോക്കണം, അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവരെന്താ ചെയ്ത്? തെറ്റെന്താ ചെയ്ത്? ലെഡ്ജറിലാണ് ഇവരെ എന്ത് സംഭവിച്ചത്? തെറ്റ് വന്നത്. എന്തുണ്ടായി? ഏത് അക്കൗണ്ട്? റെൻ്റ് പെയ്ഡ് അക്കൗണ്ടിന് പകരം ഏതാണ്? റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ. അടുത്ത ചോദ്യം, റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ ഒരു ഡെബിറ്റും ചെയ്യാം ക്രെഡിറ്റും ചെയ്യാം. ഡെബിറ്റും ചെയ്യാം, എന്ത് ചെയ്യാം? ക്രെഡിറ്റും ചെയ്യാം. ഇവിടെ എന്താ ചെയ്തുള്ളത്? ഡെബിറ്റ്. ഇനി അവർ ഡെബിറ്റ് എന്ന് പറഞ്ഞില്ല. റെൻ്റ് പെയ്ഡ് പോസ്റ്റഡ് ടു റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? എവിടെ എഴുതുകയെന്ന് വിചാരിക്കുക. 2-ലാണോ എഴുതിയിട്ടുണ്ടാവുക, ബൈയിലാണോ എഴുതിയിട്ടുണ്ടാവുക? മനസ്സിലായെങ്കിൽ ചോദ്യം ഇല്ലേ? ചോദ്യം മനസ്സിലായില്ല? 2-ലാണ് എഴുതിയിട്ടുണ്ടാവുക, ബൈയിലാണ് എഴുതിയിട്ടുണ്ടാവുക? 2-ലാന്ന് വിചാരിക്കുക. നമ്മൾ അസംഷൻ നോട്ട് കൊടുക്കേണ്ടി വരും. ബൈയിൽ എഴുതിക്കൂടെ? യെസ്. അപ്പോൾ ഇവിടെ ഡൗട്ടില്ല, ഡെബിറ്റാണ്. അപ്പോൾ ഇവരെന്താ ചെയ്തുള്ളത്? 2 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട്? 2 പ്രശ്നങ്ങളുണ്ട്. 2,000 എഴുതുന്നിടത്ത് 20,000 എഴുതി. അപ്പോൾ എത്ര രൂപ കൂടുതൽ എഴുതിയിട്ടുണ്ട്? 18,000 രൂപ കൂടുതൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ 18,000 എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി അല്ലേ? മതിയാ? ഇവരെന്തും കൂടെ ചെയ്യണം? അക്കൗണ്ട് എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്താ ഇപ്പോൾ ഇതിന് റെക്ടിഫിക്കേഷൻ എൻട്രി വരാം? റെൻ്റ് റിസീവ്ഡ് വേണ്ട, അങ്ങനെ ഒന്നേ ഇല്ല. അതിനെ തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ? 20,000. അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്തെഴുതണം? 2 റെൻ്റ് അല്ലേ, ഡെബിറ്റ് അല്ലേ? ഡെബിറ്റ് അല്ലേ? ക്യാൻസൽ ചെയ്യാൻ 2 റെൻ്റ് ഏതാണ്? റിസീവ്ഡ്. എമൗണ്ട് എത്ര? 20,000. അപ്പോൾ ഈ അക്കൗണ്ട് എന്തായി മാറും? ക്യാൻസലായി മാറും. ഓക്കെ അല്ലേ? ഇനി എൻട്രിയിൽ ഡെബിറ്റ് കൊണ്ടുവരണ്ടേ? ഡെബിറ്റ് കൊണ്ടുവരണം. ആരെ ഡെബിറ്റ് ചെയ്യും? എടാ, നമുക്ക് റെൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് വരച്ചിട്ട് അതിൽ എന്ത് എഴുതണം? 2 എന്ത് ചെയ്യണം? ക്യാഷ്. പക്ഷെ ക്യാഷ് എന്ന് എഴുതാൻ കഴിയില്ല. കാരണം ഇവിടെ ക്യാഷൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയും 2 ക്യാഷ് എഴുതി എന്തുണ്ടാവുക? അപ്പോൾ ക്യാഷിൽ നിന്ന് വീണ്ടും പോസ്റ്റ് ചെയ്യേണ്ടി വരും. അത് പറ്റില്ല. അതാണ് പ്രശ്നം. ഒരു സൈഡ് എറർ കറക്റ്റ്, ഒരു സൈഡ് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ എൻട്രി ഫുൾ എഴുതാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിൽ ബിഫോർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ റെൻറ്റിന് എന്തായാലും ഡെബിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. എത്ര അക്കൗണ്ടാണ് റെൻറ്റിന് ഡെബിറ്റ് ചെയ്യേണ്ടത്? 2,000. ഓക്കെ അല്ലേ? ക്ലിയർ? അത് എങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഞാൻ ട്രയൽ ബാലൻസ് ടാലി ആവാത്ത സിറ്റുവേഷനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് സസ്പെൻസ് അക്കൗണ്ട് വേണം ഇവിടെ. അപ്പോൾ ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്താൽ മതി? ഓപ്പൺ ചെയ്യണം. എത്രയാണ്? 18,000. ക്ലിയർ? ഇതാണ് എൻട്രി വരിക. ക്ലിയർ? ഇനി സസ്പെൻസ് അക്കൗണ്ട് എപ്പോഴാണ് ഇല്ലാതാവുക? ട്രയൽ ബാലൻസിന് ബിഫോറാണ് റെക്ടിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഒന്നും ചെയ്യണ്ട. ഇവിടെ എന്ത് ചെയ്താൽ മതി? ബൈ എന്താണ്? റോങ് അക്കൗണ്ട് ആൻഡ് ഏതാണ്? റോങ് എമൗണ്ട്. രണ്ടുമുണ്ട്. എത്ര എമൗണ്ട്? 20,000 ആൻഡ് അവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ട് എന്തായി? പോയി. പിന്നെ റെൻ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? 2 ഒമിഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് എഴുതണം? 2,000 എഴുതണം. മതി, പരിപാടി. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഐ റിപ്പീറ്റ്, ഇഫ് ദ എറർ ഈസ് റെക്ടിഫൈഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഇറ്റ്സ് നോട്ട് റിക്വയർഡ് എനി ജേണൽ എൻട്രി. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അക്കൗണ്ടിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആഫ്റ്റർ ആണെങ്കിൽ എന്തെഴുതണം? ഈ എൻട്രി എഴുതണം.
കാരണം ആഫ്റ്റർ ആണെങ്കിൽ ഈ ഒരു തെറ്റ് കൊണ്ട് ട്രയൽ ബാലൻസ് എന്ത് ചെയ്യില്ല, ടാലി ആവില്ല. എന്നിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് എവിടെ കിടക്കുന്നുണ്ടാവും, ഒരു സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയി കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ തൽക്കാലം ഇപ്പോൾ നിങ്ങൾ സസ്പെൻസിൻ്റെ പറയണ്ട, ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. സസ്പെൻസിനെ കുറിച്ച് ഇപ്പോൾ പറയാം. സൈഡ് ഓഫ് റോങ് അക്കൗണ്ട്, സൈഡും മാറി അക്കൗണ്ടും മാറി. വേജ് പെയ്ഡ് 1500 പോസ്റ്റ് ടു ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ വേജ് റിസീവ്ഡ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് എന്തായിരുന്നു വേണ്ടത്, വേജ് ഇതാ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചുതരാം. ഇതാ വേജ് അക്കൗണ്ട്, വേജ് പെയ്ഡ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. അതിൽ എന്ത് എഴുതണമായിരുന്നു, ടു ക്യാഷ് എത്ര, 1500. പക്ഷെ ഇവരെന്ത് ചെയ്ത് പകരം വേജ് റിസീവ്ഡ് അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പ്രാക്ടിക്കലി അതിനുള്ള പോസിബിലിറ്റി ഒന്നും ഇല്ല. ബൈ എന്തെഴുതി, ക്യാഷ് 1500 എഴുതി. അപ്പോൾ ഈ അക്കൗണ്ടിന് എന്ത് ചെയ്യണം, തെറ്റായിട്ടുണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ്. അതിൽ ഏതാണുള്ളത്, ക്രെഡിറ്റ് ബാലൻസ് അല്ലുള്ളത്. അതിനെ ക്യാൻസൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതാണ് വേജ് റിസീവ്ഡ് അക്കൗണ്ട് എന്ത് ചെയ്തുള്ളത്, ഡെബിറ്റ് ചെയ്തുള്ളത്. ഇനി ആരെ ശരിക്കും ഡെബിറ്റ് ചെയ്യണം, വേജ് പെയ്ഡ്. അപ്പോൾ നിങ്ങളിങ്ങനെ പറയരുത് വേജ് പെയ്ഡിൽ 2 ക്യാഷ് എഴുതിയിട്ടില്ല, ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഡെബിറ്റ് വരണം, ആ ഡെബിറ്റാണ് ഇത്. പിന്നെ ഈ ഡിഫറൻസ് എവിടെ ഇട്ടാൽ മതി, സസ്പെൻസ് അക്കൗണ്ട് ഇട്ടാൽ മതി. ഇത് എങ്ങനെയാണെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ. ബിഫോർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നും കൂടെ പറയട്ടെ. ബിഫോർ ആണെങ്കിൽ ഈ വേജ് റിസീവ്ഡ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, 2 റോങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതി, 1500 എഴുതുക. അപ്പോൾ അത് ക്യാൻസലായി. അതേപോലെ വേജ് പെയ്ഡിൽ എന്താണ്, 2 മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതിയാൽ മതി, 1500 എഴുതിയാൽ മതി. അപ്പോൾ പ്രശ്നം തീരും, എൻട്രിയുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ അല്ലേ? അഥവാ തെറ്റായിട്ടുള്ള വേജ് റിസീവ്ഡ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ശരിക്കൊരു വേജ് പെയ്ഡ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യും. ഓക്കെ. അടുത്ത് പറയുന്നത് റോങ് സൈഡ് ഓഫ് കറക്റ്റ് അക്കൗണ്ട്. ട്രാവലിംഗ് ചാർജാണ് അല്ലേ? ട്രാവലിംഗ് ചാർജ് എത്രയാണ്, ട്രാവലിംഗ് ചാർജ് 2000. ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രാവലിംഗ് അക്കൗണ്ടിൽ ചെയ്തു. അപ്പോൾ അത് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ച ഇതാ ട്രാവലിംഗ് ചാർജ്. അതിൽ 2 എന്നാണ് എഴുതേണ്ടത്. പക്ഷെ അവരെന്ത് ചെയ്തത്, ബൈ എന്ന് പറഞ്ഞ് എത്ര എഴുതി, ക്യാഷ്. തെറ്റിപ്പോയിണ്ടാവും, 2 ക്യാഷ് എന്നാണ് എഴുതേണ്ടത്, 2000 എഴുതി. അപ്പോൾ ഈ പ്രശ്നം തീർക്കുമ്പോൾ 2000 ഡെബിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, പോരാ. എത്ര ഡെബിറ്റ് ചെയ്യണം, 4000 ഡെബിറ്റ് ചെയ്യണം. 2 റോങ് ഏതാണ്, സൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. പ്ലസ് റോങ് ഏതുണ്ട്, എമൗണ്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ബിഫോർ ട്രയൽ ബാലൻസ് ആണ് എന്ത് ചെയ്താൽ ഇങ്ങനെ എഴുതിയാൽ മതി എന്നാണ്. ട്രാവലിംഗ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആസ് എത്രയാ, ആസ് എന്ത് പറഞ്ഞിട്ട് എഴുതിയിട്ട്, ആസ് 2 റോങ് സൈഡ് റുപ്പീസ് എത്രയാ, 4000. അപ്പോൾ പ്രശ്നം തീരും. ഇതിൻ്റെ ബാലൻസ് എത്ര ആവും, 2000. 2000 മാത്രം ഡെബിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇല്ല. ഇനി ഇത് സസ്പെൻസ് ആണെങ്കിൽ ഇത് എന്തിട്ടാൽ മതി, 2 സസ്പെൻസ് ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ എൻട്രി എന്ത് ചെയ്തുള്ളത്, ട്രാവലിംഗ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ്. സസ്പെൻസ് എപ്പോഴാണ് വരിക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ആണെങ്കിൽ ഏതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, സസ്പെൻസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, ദാറ്റ്സ്. അടുത്തായിട്ട് ഏതാ, എക്സാമ്പിൾ 7 പറയാം. എന്താ, റോങ് എമൗണ്ടും റോങ് സൈഡ് ഓഫ് റോങ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരേ സൈഡുള്ളൂ, 1 സൈഡ് എററാണ്. ഇൻട്രസ്റ്റ് 20,000 റുപ്യ അടച്ചത് ക്രെഡിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ എഴുതി. എത്ര രൂപയായിട്ട് എഴുതിയത്, 2 ലക്ഷമായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഏത് അക്കൗണ്ടിലാണ് ഇൻട്രസ്റ്റ് തെറ്റായിട്ട് എഴുതിയതാ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ എന്ത് പറഞ്ഞ് എഴുതി, ബൈ ക്യാഷ്. എത്ര എമൗണ്ട് എഴുതിയുള്ളത് തെറ്റായിട്ട്, ഇതാ ഞാൻ എഴുതുന്നത് ക്രെഡിറ്റഡ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട് 2 ലക്ഷം. അപ്പോൾ ഈ പ്രശ്നം തീർക്കാൻ നമ്മൾ ഈ അക്കൗണ്ടിന് എന്ത് എഴുതണം, റോങ് എമൗണ്ട് റോങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം എഴുതിയിട്ട് അതിനെന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. പുതിയൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഏതാ, റെൻറ്റ് പെയ്ഡ് അക്കൗണ്ട്. അതിലെന്ത് എഴുതണം, 2 മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, അല്ലെങ്കിൽ എറർ ഓഫ് കമ്മീഷൻ എഴുതിയാൽ മതി, എളുപ്പമായി. ഏതിന് എന്തിട്ടാൽ മതി, എറർ ഓഫ് കമ്മീഷൻ. 2 ആണെങ്കിലും ബൈ ആണെങ്കിലും എറർ ഓഫ് കമ്മീഷൻ ഇട്ടാൽ മതി. എമൗണ്ട് എത്ര വരിക, 20,000. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഓക്കെ. അല്ല, ഈ എറർ തെറ്റ് കണ്ടെത്തുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് എന്ത് ചെയ്യണം, ശേഷമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും,
ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ അത് സസ്പെൻസ് അക്കൗണ്ടിൽ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരിക അതൊന്ന് ആലോചിച്ച് നോക്ക്. തെറ്റായിട്ട് എന്ത് ചെയ്യാണ്, ക്രെഡിറ്റ് ചെയ്ത ഈ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് അല്ലേ, അതിന് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ ഡെബിറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്ര, 2 lakh. ശരിക്കും കൊണ്ടുവരേണ്ടത് റെൻറ്റ് പെയ്ഡ് അക്കൗണ്ട് അല്ലേ, അതിൽ ഡെബിറ്റ് കയറണ്ടേ. അപ്പോൾ അതിനൊരു ഡെബിറ്റ് കൊടുത്ത് ഇൻട്രസ്റ്റ് പെയ്ഡ്. പിന്നെ ഈ ഡിഫറൻസ് 2,20,000 എവിടെ വരും, സസ്പെൻസിൽ വരും. നമ്മളിനി ഈ കാറ്റഗറിയിൽ പഠിക്കാൻ പോകുന്നത് കാസ്റ്റിംഗ് എററാണ്. കാസ്റ്റിംഗ് ഓക്കെ അല്ലേ. ഓവർ കാസ്റ്റിംഗ് ആണ് ആദ്യം എക്സാമ്പിൾ പറഞ്ഞത്. ഓവർ കാസ്റ്റിംഗ് എക്സാമ്പിൾ നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഹാസ് ബീൻ ഓവർ കാസ്റ്റഡ് ബൈ എത്രയാണ്, 7,000. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഓവറായിട്ട് എത്ര കൂടിയിട്ടുണ്ട്, 7,000. എവിടെ കൂടിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഡെബിറ്റ് ഓഫ് ടോട്ടൽ ബാങ്ക് അക്കൗണ്ട് ടു ബി റിഡ്യൂസ്ഡ് ബൈ എത്ര, കറക്റ്റ് എൻട്രി 7,000 റിഡ്യൂസ് ചെയ്യണം. പക്ഷെ ഇവരെ 7,000 ടോട്ടൽ ഇൻ എക്സസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ബാങ്ക്. അപ്പോൾ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബാങ്കിനെ എക്സസ് ആയിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. സസ്പെൻസ് എപ്പോഴാണ് വരിക, ട്രയൽ ബാലൻസിന് ശേഷമാണെങ്കിൽ. ബിഫോർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ അക്കൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു ക്രെഡിറ്റ് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. സിറ്റുവേഷൻ പറയണം. എന്താ, ബാങ്ക് അക്കൗണ്ട്, ഇതാണ് ഡെബിറ്റ്, ഇതാണ് ഇത് ക്രെഡിറ്റ്. ശരിക്കും ഡെബിറ്റിലെ എമൗണ്ട് 10,000 ഉള്ളൂ. പക്ഷെ ടോട്ടൽ ഇത് വന്നപ്പോൾ എത്രയായി, 17,000. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ ആണോ. അഥവാ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. ശരിക്കും എത്ര ഉള്ളൂ, ഇവിടെ 10,000 ഉള്ളൂ. ടോട്ടൽ ഇതാ ഇവിടുത്തെ ഓരോ ഐറ്റം ഇങ്ങനെ കാൽക്കുലേറ്റ് ടോട്ടൽ ചെയ്ത് എത്ര കിട്ടുന്നുണ്ട്, 10. പക്ഷെ എത്ര വന്നു കാൽക്കുലേറ്ററിൽ, എങ്ങനെയോ 7 കൂടി. ഓക്കെ, ഇതിനാണ് എന്ത് പറയുക, ഓവർ കാസ്റ്റിംഗ് എന്ന് പറയും. ഈ 7 കുറയ്ക്കാൻ വേണ്ടി 7 എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ പോരെ. ഓക്കെ അല്ലേ. ബിഫോർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ മതി, ബൈ എന്താ അത്, കമ്മീഷൻ. അല്ലെങ്കിൽ ഇതാ ഇവിടുത്തെ നമുക്കിങ്ങനെ പറയാം, ഏത് റോങ് എമൗണ്ട് അല്ലല്ലോ, കാസ്റ്റിംഗ്, ഓവർ കാസ്റ്റിംഗ്. അത്ര മതി, ഓവർ കാസ്റ്റിംഗ് ഇത്ര മതി. ഇനി അല്ല ട്രയൽ ബാലൻസിന് ശേഷമാണെങ്കിൽ ഓവർ കാസ്റ്റിംഗ് എന്ന് വേണ്ട, ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, സസ്പെൻസ്. അപ്പോൾ എൻട്രി എന്താ വരിക, സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ബാങ്ക് ആണ് മുകളിലത്തെ എൻട്രി. എല്ലാം വരച്ച് നോക്കുക. ഇവിടെ അതിനൊരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. ഇതാ വേറെ എക്സാമ്പിൾ, അതും കൂടെ നോക്കാം. ഇപ്പോൾ ട്രയൽ ബാലൻസ് ടാലി കേട്ടോ അല്ലേ. പക്ഷെ ഒരു സാധനം വന്നിട്ടുണ്ട്, സസ്പെൻസ്. ഇതണ്ട. ഓക്കെ അല്ലേ. ഇതിങ്ങനെ ഒന്നും അറിയോ, ശരിക്കും ബാങ്കിൽ 20,000 ഇല്ല. എത്ര ബാലൻസ് ഉള്ളൂ, 13,000. എത്ര ഉള്ളൂ, 13,000. ഇപ്പോൾ ഇവിടെ 13,000 എഴുതുകയാണെങ്കിൽ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇത് ഈ 7,000 ഇല്ലാതെ തന്നെ ടാലി ആവില്ലേ. 13,000 ഇവിടെ എഴുതുകയാണെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് നോക്ക്, അടിക്ക്. 13,000 + 18,000 + 45,000 നോക്കി നോക്ക്, ടാലി ആവും. എത്ര വരും, എത്ര എമൗണ്ട് പറയും, 40 4 3 76,000 ആണോ. ഞാൻ പറഞ്ഞു മനസ്സിലായെങ്കിൽ ഈ 7,000 ഇല്ല. അതേപോലെ തന്നെ ഇവിടെ 20,000-ന് പകരം എത്രയാണ്, 13,000. അപ്പം തെറ്റൊന്നും ഇല്ല എന്നാണ്. പക്ഷെ ഇവിടെ തെറ്റുണ്ട്. ഇവിടെ എന്താണ്ടായുള്ളത്, ഡെബിറ്റിൽ എത്ര കൂടി, 7,000 രൂപ കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെബിറ്റിൽ 7,000 കൂടിയാൽ ഷോർട്ടേജ് എവിടെ വരും, ക്രെഡിറ്റിൽ വരും. എത്ര രൂപ, 7,000. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ ഒരു എക്സസ് ക്രെഡിറ്റ് വന്ന് എടുക്കുന്നുണ്ട് 7,000. ആർക്കും മനസ്സിലായില്ല, നമ്മുടെ അക്കൗണ്ടൻറ്റ് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. പിന്നീട് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്ത്, ഇത് റെക്ടിഫൈ ചെയ്ത്. ഓക്കെ അല്ലേ. പിറ്റേ ദിവസം അന്ന് ധൃതി കൂട്ടിപ്പോയി, ട്രയൽ ബാലൻസ് ടാലി ആക്കണം. അന്ന് വീട്ടിൽ പോകുന്ന സമയം ഇപ്പോൾ ടാലിയാക്കി പോയി. രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടി, മനസ്സിലായി, ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൂട്ടിയപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. എത്ര രൂപ കൂടിപ്പോയിട്ടുണ്ട്, 7,000 രൂപ. പിറ്റേ ദിവസം വന്നിട്ട് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ ബാങ്ക് ഡെബിറ്റ് ബാലൻസിൽ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം.
അതാണ് ഈ എൻട്രി അല്ലേ. ഇതാ ടു ബാങ്ക്. ഡെബിറ്റ് സസ്പെൻസിന് വേണ്ട, ആ പ്രശ്നം തീർന്നു. അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ഉള്ളതിനെ ക്രെഡിറ്റ് ഉള്ള ബാലൻസിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ആ എൻട്രി വന്നത്. ഏത് എൻട്രി, സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ എമൗണ്ടിനെ ആദ്യം ബ്രോ ഡൗൺ ചെയ്ത്, കണ്ടില്ലേ. പിന്നെ മറ്റേ ജേണൽ എൻട്രി ഇല്ലേ, ഇതാ ഈ എൻട്രി ഏതാ, സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. അത് സസ്പെൻസ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് എഴുതി. ഇനി സസ്പെൻസിലെ ബാലൻസ് കറക്റ്റ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇനി ക്യാഷിലെ ബാലൻസ്, ബാങ്കിലെ ബാലൻസ് എത്രയാണ്, 13,000 ആയിരിക്കും. ഓക്കെ, സംശയം ഉണ്ടോ? ഇത് ബാങ്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് എത്ര, 20,000 അല്ലായിരുന്നു. ഈ ജേണൽ എൻട്രിയിൽ എത്ര ക്രെഡിറ്റ് ചെയ്തു, 7,000 ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അത് എത്രയായി മാറും, 13,000 മാറും. ഓക്കെ അല്ലേ. അങ്ങനെ അതെന്തായി, ടാലി. രണ്ട് എക്സാമ്പിളുകൾ കഴിഞ്ഞാൽ 1000 കഴിയും. ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 2, ഓവർ കാസ്റ്റിംഗ് ഓഫ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് സബ്സിഡിയറി ബുക്ക്. ഓക്കെ, ഡെപ്റ്റർ ഹാസ് ബീൻ ഓവർ കാസ്റ്റഡ് ബൈ 12,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. വരൂ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഡെപ്റ്റർ അക്കൗണ്ട് ഹാസ് ബീൻ ഓവർ കാസ്റ്റഡ് ബൈ 12,000 ഓൺ ക്രെഡിറ്റ് സൈഡ്. പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഡെപ്റ്റർ അക്കൗണ്ട് വരയ്ക്കാം. ഡെപ്റ്ററിൽ ഡെബിറ്റ്, പിന്നെ ഏതാ, ക്രെഡിറ്റ്. ടു ഏതാണ്, സെയിൽസ്. ഇങ്ങനെയല്ലേ ഡെപ്റ്ററിൽ വരാറ്. അപ്പോൾ കൂടുതൽ എവിടെ കൂടിയിട്ടുണ്ട്, ക്രെഡിറ്റിൽ കൂടിയിട്ടുണ്ട്. എത്ര രൂപ കൂടിയിട്ടുള്ളത്, 12,000 രൂപ. അപ്പോൾ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ക്രെഡിറ്റ് ടോട്ടൽ ഓഫ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, അതോ ക്രെഡിറ്റ് ടോട്ടൽ ഇവിടുത്തെ ടു ബി റിഡ്യൂസ്ഡ് ബൈ എത്ര കുറയ്ക്കണം, 12,000 എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഡെപ്റ്ററെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അപ്പുറത്ത് ആര് വരും, സസ്പെൻസ് അക്കൗണ്ട് വരും. ഇനി റോങ് ആയിട്ട് വരെ എന്താ ചെയ്ത്, 12,000 ടോട്ടൽ ഇൻ എക്സസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് ഈ ക്രെഡിറ്റ് ഇല്ലേ, ഇതിനെ കൂട്ടി വരുമ്പോൾ കുറച്ച് ഏറെ എന്ത് ചെയ്യേണ്ടത്, കൂട്ടി. ഓക്കെ ആണോ, ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ എഴുതണം. 12,000 അല്ലേ കൂട്ടി. സെയിൽസ് ഒരു 10 ലക്ഷം, വേണ്ട 1 ലക്ഷം കേട്ടോ. ഓക്കെ, അത് മതി. ഇനി പൈസ തന്നു അയാൾ, ബൈ എന്ത് ചെയ്യുന്നു, ക്യാഷ് ഒരു 10,000 തന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റർ കുറയാം. വീണ്ടും ബൈ ക്യാഷ് ഒരു 20,000, പിന്നെ ഒരു 5,000. ഓക്കെ, ശരിക്കും ലോജിക്കലി ഇപ്പോൾ എത്ര എമൗണ്ട് അയാൾ തന്നിട്ടുണ്ട്, മൊത്തം 35,000 തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാലൻസ് എത്ര വരേണ്ടത്, 65,000. 1,00,000 റുപ്യക്ക് ഒരാൾക്ക് സാധനം വിറ്റിട്ട് അയാൾ ഒരു 10,000 തന്നു, 20,000 തന്നു, 5,000 തന്നു, അങ്ങനെ 35 തന്നപ്പോൾ ബാക്കി ഇനി എത്ര തരാനുള്ള, 65 അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയപ്പോൾ ഇവിടെ 35 അല്ലേ ഉള്ളത്, കൂട്ടിയ 35 അടിച്ച് 37 അടിക്കും, ടൈപ്പ് ചെയ്യും. കൂടെ ഒരു 12,000 കൂടെ കൂടി, കാൽക്കുലേറ്റർ അല്ലേ, എടുത്തോ, കൂടി. അപ്പോൾ എത്ര കൂടി, പറയും, 47,000. അപ്പോൾ 35 വരേണ്ടത്, പക്ഷേ എത്രയാണ് കൂട്ടിയപ്പോൾ വന്ന് കാൽക്കുലേറ്ററിൽ, 47,000. അപ്പോൾ കുറയ്ക്കും. ഇനി 47,000 1,00,000 നിന്ന് കുറച്ച് എത്ര വരും, 53,000. തെറ്റല്ലത് അല്ലേ. ബൈ ബാലൻസ് ഏത് വന്നു, ക്യാരിഡോ അല്ലേ. ഈ പ്രശ്നം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടോ. അപ്പം ഇനി എന്താ ഇപ്പോൾ ഈ പ്രശ്നത്തെ തീർക്കാൻ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും 67,000 വരണ്ടേ, എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണം. ഞാൻ വേണമെങ്കിൽ അടുത്ത അക്കൗണ്ട് ഒന്നുകൂടെ അങ്ങോട്ട് വരച്ചുതരാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ടു ബാലൻസ് ബ്രോഡോൺ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതി, 53,000 എഴുതി. ഓക്കെ അല്ലേ, ക്ലിയർ. ശരിക്കുള്ള എമൗണ്ട് 53,000 അല്ല, എത്രയാ, 65,000 നമുക്കറിയാം. അപ്പോൾ ഒരു 12,000 രൂപ എന്തുണ്ട്, കുറവുണ്ട്. അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. 2 എന്ന് പറഞ്ഞ് എഴുതണം. എത്രയാ, ട്രയൽ ബാലൻസിന് ശേഷമാണെങ്കിൽ 2 ഏതെഴുതും, സസ്പെൻസ് എത്രയാ, 12,000. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ബാലൻസ് ഇനി എത്ര കിട്ടും, 65,000 കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ. അതാണ് ഇവിടെ എൻട്രി. എന്താ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ്.
അപ്പോൾ ക്രെഡിറ്റ് ഇങ്ങനെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ആളുടെ അടുത്ത് എന്ത് ചെയ്തു, ഒരു ചെറിയ മിസ്സിങ് വന്നു. ഓക്കെ, മതി, ഇത്ര മതി. ഇനി അടിയിൽ കുറച്ച് അണ്ടർ കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്, ഇത്രയും മനസ്സിലാക്കി. അപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടൊക്കെ വരച്ചിട്ടൊക്കെ എഴുതുകയാണെങ്കിൽ വുഡ് ബി നൈസ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കിട്ടും, പിന്നെ നോക്കിയാൽ എന്തില്ല, കിട്ടില്ല. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം എഴുതിയെടുക്കണ്ട. ഇപ്പോൾ ഒക്കെ മനസ്സിലാവുമെന്ന് വിചാരിച്ച് മനസ്സിലാക്കി പിന്നെ നോക്കുമ്പോൾ അങ്ങനെ എന്ത് ചെയ്താൽ മതി, ഒന്നും മനസ്സിലാവാതെ ഉണ്ടായിട്ടിരുന്നാൽ മതി. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ മീനിങ് എന്താണ്? കൃത്യമായ നോട്ടുകൾ എന്ത് ചെയ്യുക, എഴുതി വെച്ചാൽ ഒരു നോട്ട് ഒരു അധ്യാപകൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അങ്ങനെ എഴുതിയാൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ.